ജില്ലാ വിദ്യാഭ്യാസ വകുപ്പും പ്രൊഫസർ ശോഭീന്ദ്രൻ ഫൌണ്ടേഷനും ചേർന്ന് ഹരിതഭവനം പദ്ധതി നടപ്പിലാക്കുന്നു. ജില്ലയിലെ സ്കൂളുകളും മുഴുവൻ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും വീടുകളും മാലിന്യമുക്തമാക്കുന്ന പദ്ധതിയാണിത്. പദ്ധതിയുടെ ഭാഗമായി സ്കൂളുകളിലും വീടുകളിലും 3 തരം പെട്ടികൾ സ്ഥാപിക്കും. ഒന്നിൽ പ്ലാസ്റ്റിക്, രണ്ടാമത്തേതിൽ ചെരുപ്പ്, ബാഗ്, തെർമോകോൾ, മൂന്നാമത്തേതിൽ ചില്ലുകൾ എന്നിവ ശേഖരിച്ച നിശ്ചിത ഇടവേളകളിൽ ഹരിതകർമ്മസേനയ്ക്ക് കൈമാറും. പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം കോഴിക്കോട് ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ മലാപ്പറമ്പ് ലിറ്റിൽ കിങ്സ് ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ദേവിക ദീപക് നിർവഹിച്ചു. 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ തന്റെ വീട് ഹരിതഭവനമാക്കിയ ആളാണ് ദേവിക. പദ്ധതിയുടെ നടത്തിപ്പിനായി കോഴിക്കോട്, താമരശ്ശേരി, വടകര വിദ്യാഭ്യാസ ജില്ലകൾ കേന്ദ്രീകരിച്ച് ഹൈസ്കൂൾ അധ്യാപകർക്കും 17 ഉപജില്ലകൾ കേന്ദ്രീകരിച്ച് പ്രൈമറി അധ്യാപകർക്കും പരിശീലനങ്ങൾ നൽകും. പരിശീലനം നേടിയ അധ്യാപകർ മറ്റ് അധ്യാപകർക്കും അവരിലൂടെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പരിശീലനം നൽകും. സ്ഥാപിച്ച പെട്ടികളുടെയും ഹരിതകർമ്മസേനകൾക്ക് മാലിന്യം കൈമാറിയതിന്റെയും റെസിറ്റുകളുടെയും ഫോട്ടോകൾ നിശ്ചിത സമയങ്ങളിൽ സമർപ്പിക്കണം. പ്രൊഫസർ ശോഭീന്ദ്രൻ ഫൌണ്ടേഷൻ പ്രസിഡന്റ് വടേക്കണ്ടി നാരായണൻ അധ്യക്ഷനായി. ഹരിതഭവനം എന്ന് പറയുന്ന ഒരു പ്രോജക്ട് നമ്മുടെ ജില്ലയിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് നടപ്പിലാക്കാൻ പോകുന്നു. നമ്മുടെയൊക്കെ വീടുകൾ ഹരിത ഭവനങ്ങളാക്കി മാറ്റാം. വിദ്യാഭ്യാസ ഉപഡയറക്ടർ മനോജ് മണിയൂർ മുഖ്യാതിഥിയായി. ബാബു പറമ്പത്ത് പദ്ധതി വിശദീകരിച്ചു. എന്താണ് ഈ ഹരിത ഭവനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു വീട് നമുക്ക് 2 സെന്റ് സ്ഥലമായാലും വേണ്ടി, 5 സെന്റായാലും 10 സെന്റായാലും വേണ്ടി, 20 സെന്റ് കൂടുതലൊന്നുമില്ല, ഇനി 50 ഏക്കർ ആയാലും വേണ്ടി, നിങ്ങളുടെ പറമ്പിനകത്ത് ആ കോമ്പൗണ്ടിനകത്ത് ഒരു മിഠായി കടലാസ് പോലും നടക്കും. അത് കൃത്യമായിട്ട് തരംതിരിച്ചു വെക്കണം. അത് അടുത്ത വീട്ടിലവിടെ കൊണ്ട് തക്കല്ലേ, കൃത്യമായിട്ട് തരംതിരിച്ചു വെക്കണം. അടുത്ത കർമ്മസേനക്ക് കൈമാറും. ജൈവാവശിഷ്ടങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ബയോഗ്യാസോ, ലൈഫ് കമ്പോസ്റ്റോ, മണ്ണിന്റെ കമ്പോസ്റ്റോ, റിൻ കമ്പോസ്റ്റോ, ബയോബിനോ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് അതിൽ വെച്ച് സംസ്കരിച്ചിട്ട് ഒരു അടുക്കളത്തോട്ടം ഉണ്ടാക്കും. അതുപോലെ മുമ്പായിട്ട് അങ്ങനെയായിരുന്നു നമ്മുടെ വീട്. അങ്ങനെ ആക്കി മാറും. പിന്നെ വാട്ടർ കൺസർവേഷൻ അവിടെ തന്നെ നടക്കണം, എനർജി കൺസർവേഷൻ അവിടെ നടക്കണം, കാർബൺ ന്യൂട്രൽ ആയിരിക്കണം. ഇത്തരം കാര്യങ്ങൾ അദ്ദേഹത്തിന് മുമ്പാകെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു വളരെ നല്ല ഐഡിയ. ദേശീയ കർഷക പുരസ്കാര ജേതാവ് KBR കണ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. ഫൌണ്ടേഷൻ ട്രഷറർ M ഷഫീഖ്, മോഡൽ ഹൈസ്കൂൾ പ്രധാനാധ്യാപിക KV മൃദുല, VK വികാസ്, ഉപജില്ലാ കോർഡിനേറ്റർമാരായ CMC ബിന്ദു, VP ഹസീന, PG നില തുടങ്ങിയവർ സംസാരിച്ചു. Boche Gold and Diamonds. Buy now, pay later.